ഞാൻ ഒരു സൂര്യ ഫാനാണ്. എന്നാലും കിടിലം എക്സ്പീരിയൻസ് മസ്റ്റാണ്. ഒന്നും കൂടെ എനിക്ക് ഒന്നും കൂടെ കാണണമെന്നുണ്ട്. കാണും, ഉറപ്പാണ്. വിജയ് ഇപ്പോൾ ഈ ഫീൽഡിൽ നിന്ന് പോകുന്നെന്ന് അറിഞ്ഞത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല, പക്ഷെ ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീലായിരുന്നു. സിനിമ തുടങ്ങി പണിച്ചിട്ടാകുമ്പോൾ ഇപ്പോഴും കിടന്നിട്ടില്ല. പീക്ക് എക്സ്പീരിയൻസ്, പൊളിന്ന് കിഡിൽ എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ്. 2017 3 മണിക്കൂർ തിരിച്ചു പോയതാണ് കൊണ്ടായിരുന്നു. തിരിച്ചിറങ്ങാനുള്ള ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ അത്ര ഫ്രഷ് റിലീസിന് പോലും ഇത്രയും ചിരിച്ചുകൊണ്ട് ആൾക്കാർ ഇറങ്ങുന്ന ഒരു റിപ്പീറ്റ് വാല്യൂ അറ്റ്ലീസ്റ്റ് 2-3 ദിവസത്തിനുള്ളിൽ വരണം. കാരണം ഓഡിയൻസ് ഫുള്ളും അപ്പോഴേ ഉണ്ടാവത്തുള്ളൂ. ഓഡിയൻസ് ഉണ്ടെങ്കിൽ കണ്ടാൽ മതി. പറയാതിരിക്കാൻ വയ്യ. സീരിയസ് ആയിട്ടും ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എത്രയോ തവണ ഈ മൂവി കണ്ടതാണ്. സീൻ ഒന്നും പറയില്ല, വാക്കുകളില്ല പറയാം. അടിപൊളി പടമായിരുന്നു. എടാ നിങ്ങളെല്ലാവരും പറയും, നല്ല വൈബായിരുന്നു. സെറ്റ് ആട്ടാ. അടുത്ത ആരെങ്കിലും പടം ഇറങ്ങണം, അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ്. പിന്നെ ഒരു രക്ഷയില്ല. നമ്മൾ ആദ്യം ഇറങ്ങിയപ്പോൾ അന്ന് കണ്ട അതേ ഫീൽ ഇപ്പോഴും 2017 പോയി. അതേ സെയിം ഫീൽ ഇപ്പോഴും സെയിം ആട്ടാ. റീ റിലീസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ഓപ്പണിംഗ് സിനിമ ഇറങ്ങുന്ന ടൈം എങ്ങനെയാണോ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് വീണ്ടും കണ്ടത്. ഭയങ്കര ക്രൈസാണ് കേട്ടോ. വിജയ് ഇപ്പോൾ അടുത്തിപ്പോൾ ലാസ്റ്റായിട്ട് ഒരു സിനിമ വരാൻ പോകണമെന്നേ ഉള്ളൂ വിജയ് പറഞ്ഞത്. പക്ഷേ വിജയുടെ പഴയ സിനിമ എല്ലാം വീണ്ടും വീണ്ടും ഇറക്കാനാണ് ഫാൻസുകാർ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഇറക്കിയ ഒരു പഴയ ഒരു എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാൻ പറ്റും. നൈസാണ്. നമ്മൾ ചിലവർക്ക് ഈ 2017-18 ആ ടൈം സിനിമ മിസ്സായി കാണും. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് സിനിമ കാണാൻ നടക്കില്ലേ, സിനിമ തുടങ്ങി പണിച്ചിട്ടാകുമ്പോൾ ഇപ്പോഴും കിടന്നിട്ടില്ല. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ കാണാൻ പറ്റിയില്ലായിരുന്നു സിനിമ, പക്ഷെ ഇപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര ഗൂസിംസ് ഒക്കെ എന്തോ പറയാൻ പറ്റുന്നില്ല. അതും സിനിമ ഇപ്പോൾ വിജയ് ഇപ്പോൾ ഈ ഫീൽഡിൽ നിന്ന് പോകുന്നെന്ന് അറിഞ്ഞത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല, പക്ഷെ ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീലായിരുന്നു. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആണ്. റീ റിലീസ് അടുത്തൊരു സിനിമയ്ക്ക് എന്തെന്ന് ചോദിച്ചാൽ തുപ്പാക്കി നല്ല സിനിമയല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. താങ്ക് യു ബ്രോ. 2017 3 മണിക്കൂർ തിരിച്ചു പോയതാണ് കൊണ്ടായിരുന്നു. തിരിച്ചിറങ്ങാനുള്ള ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ അത്ര ഫ്രഷ് റിലീസിന് പോലും ഇത്രയും ചിരിച്ചുകൊണ്ട് ആൾക്കാർ ഇറങ്ങുന്ന ഒരു റിപ്പീറ്റ് വാല്യൂ അറ്റ്ലീസ്റ്റ് പടത്തിൽ മെർസലിൻ്റെ റിപ്പീറ്റ് വാല്യൂ ഒന്നും വേറെ ഒരു പടത്തിനും ഇല്ലെന്നല്ല, ഈ ഒരു ഫീലൊന്നും വേറൊരു പടത്തിന് കിട്ടില്ല. ഇനി ഒരു പ്രാവശ്യം കൂടെ കാണാനായിട്ട് അവസരം കിട്ടിയാലും കയറുമ്പോൾ ഒരു വിഷയമില്ല. ഇഷ്ടം പോലെ നമുക്ക് വീണ്ടും അവിടെ നിന്ന് തിയേറ്ററിൽ നിന്ന് എണീക്കാൻ പോലും തോന്നില്ല. അത്രയ്ക്ക് രോമാഞ്ചപരമായിട്ട് അറ്റ്ലീസ്റ്റ് നല്ല വൃത്തിയായിട്ട് ഇമോഷൻസ് എല്ലാം വെച്ച് പൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു സൂര്യ ഫാനാണ്. എന്നാലും കിടിലം എക്സ്പീരിയൻസ് മസ്റ്റാണ്. ഒന്നും കൂടെ എനിക്ക് ഒന്നും കൂടെ കാണണമെന്നുണ്ട്. കാണും, ഉറപ്പാണ്. വീണ്ടും കാണും. ടിക്കറ്റ് കിട്ടിയാൽ വീണ്ടും കാണും. പുതിയ പടം തന്നെ. ഈ പടത്തിന് ഈ ഒരു ഫീൽ ആർക്കും കിട്ടൂല. റിപ്പീറ്റ് വാല്യൂ അതാണ് സംഭവം. ആ ഒരു ഫീൽ ഈ പടം കണ്ടിരിക്കും, നമുക്ക് ഇറങ്ങാന്ന് പോലും ഒന്നും കൂടെ ഞാൻ എന്തായാലും കാണും. പീക്ക് എക്സ്പീരിയൻസ്, പൊളിന്ന് കിഡിൽ എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ്. മസ്റ്റ് തിയേറ്റർ വാച്ചാണ് പടം. വാച്ചല്ല മീൻസ് റീ റിലീസിന് മസ്റ്റ് വാച്ചാണ് പടം. അപ്പോൾ മീൻസ് പീക്കായാലും അടിപൊളി. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പ്രത്യേകിച്ചൊന്നും പറയുന്നു. തിയേറ്റർ ഫസ്റ്റ് ടൈം. ആദ്യം ഞാൻ അങ്ങനെ അല്ലായിരുന്നു കണ്ടത്. നല്ലൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. വിജയ് ഫാൻസിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. സിനിമ മെർസൽ ബ്രോ, പറയാതിരിക്കാൻ വയ്യ. സീരിയസ് ആയിട്ടും ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എത്രയോ തവണ ഈ മൂവി കണ്ടതാണ്. ഏകദേശം ഒരു 100 ടൈംസ് ആയിരുന്നാലും നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസ് അത് വേറെ ലെവൽ തന്നെയാണ്. തലപതിയുടെ തന്നെ പഴയ തന്നെ ഇഷ്ടംപോലെ മൂവീസ് ഉണ്ട്. എസ്പെഷ്യലി കത്തി, അതൊന്നും കൂടെ വേണമെന്ന് മോസ്റ്റ് വാണ്ടഡാണ്. വീണ്ടും കണ്ടപ്പോൾ അടിപൊളി, എല്ലാവരും സെറ്റായിരുന്നു. കിടിലം പടം. വീണ്ടും കൂടെ എന്നാൽ കാണാൻ പറഞ്ഞല്ലോ. അതല്ല, ഞാൻ ഇത് ഇറങ്ങിയപ്പോഴേ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നും കണ്ടപ്പോൾ ഇന്നും കണ്ടപ്പോൾ ഒരേ ഫീൽ തന്നെ. പൊളി. പിന്നെ കൊള്ളാം. സൂപ്പർ. 2-3 ദിവസത്തിനുള്ളിൽ വരണം. കാരണം ഓഡിയൻസ് ഫുള്ളും അപ്പോഴേ ഉണ്ടാവത്തുള്ളൂ. ഓഡിയൻസ് ഉണ്ടെങ്കിൽ കണ്ടാൽ മതി. നൈസായിട്ട് நல்லா இருந்துச்சுண்ணா எக்ஸ்பீரியன்ஸு. நீங்கள் பார்க்கலாம், மறுபடியும் படம் பார்த்தாலும் ஸ்பீடாக தான் போகிற மாதிரி இருக்குது. எந்த ലാഗും இருக்காது. സൂപ്പർ സിനിമ അല്ല, ഇതേപോലെ ഫസ്റ്റ് ടൈം സിനിമ കണ്ടായിരുന്നു. ഇപ്പോഴും ഒരേ ഫീൽ സൂപ്പറായിരുന്നു. നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്, എന്നിട്ട് ഇപ്പം കാണുമ്പോൾ ഒരു ഭയങ്കര വൈബായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ സീൻ ഒന്നും പറയില്ല, വാക്കുകളില്ല പറയാം. തലപതി ഫാനാണ്, അതുകൊണ്ട് തന്നെ വൈബ് പൊളിയായിരുന്നു. കൊള്ളാം, നല്ല പടം, നല്ല സിനിമ ബ്രോ. കണ്ടിരിക്കുക. എപ്പോഴത്തെ വളരെ നമ്മുടെ വിജയ് ഫാൻസിനുള്ള അതേ സിനിമ തന്നെ കണ്ടിരിക്കുക. തിയേറ്റർ എക്സ് അറിയാലോ, വിജയുടെ സിനിമയില്ല, അപ്പോൾ എപ്പോഴും നല്ലതായിരിക്കും. നല്ല മൂവിയായിരുന്നു. ഫസ്റ്റ് ടൈമാണ് തിയേറ്ററിൽ. അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. അടിപൊളി പടമായിരുന്നു. എടാ നിങ്ങളെല്ലാവരും പറയും, നല്ല വൈബായിരുന്നു. ഓഡിയൻസ് എല്ലാവരും കൂടെ നിന്ന് സംഭവം കൊള്ളാം. കളറായിട്ടുണ്ട്. അല്ല, ഇത് റീ റിലീസ് ഫസ്റ്റ് ടൈമാണ്. ഇത് തിയേറ്ററിൽ കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ വിജയര പടങ്ങളെല്ലാം ഇങ്ങനെ റീ റിലീസ് ആകുമ്പോൾ നമുക്കൊക്കെ സന്തോഷമാണ്. ഇപ്പോൾ ഇന്ന് കാണാം, അടിച്ചു പൊളിക്കാം, എല്ലാവരും കൂടെ സന്തോഷിക്കാം, വൈബാകാം. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പണ്ട് കാലം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ടി വിയിലാണ് എക്സ്പീരിയൻസ് ചെയ്തത്. ചേട്ടനൊക്കെ ആയിരിക്കും ആ സമയത്തൊക്കെ സിനിമയ്ക്കൊക്കെ തിയേറ്ററിലൊക്കെ പോയി കണ്ടത്. അപ്പോൾ നമുക്കിപ്പം ഒരു ഫ്രീഡം ഫീലുണ്ട്.
പിന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ലക്കിയാണ്. ഇപ്പം അതുപോലെ തന്നെ ചോട്ട മുംബൈ പോയി കണ്ട് ഭയങ്കര ലക്കിയാണ്. കൊള്ളായിരുന്നു, വൈബായിരുന്നു. വിജയുടെ പടം അങ്ങ് വൈബാണ്. മെർസലത് അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും ഭയങ്കര കിടിലൻ വൈബായിരുന്നു. ഇപ്പം ഒന്നാമത് ഏരീസ് പ്ലസിലായതുകൊണ്ട്, കാരണം ഏരീസ് പ്ലസ് അമ്മാതിരി തിയേറ്റർ ആയതുകൊണ്ടോ കിടിലൻ എക്സ്പീരിയൻസ് ആണ്. ഡോൾബിയൊക്കെ, പിന്നെ വെട്രിമാറൻ ഓഫ്കോഴ്സ് നെയിൽഡ്. പിന്നെ ഇപ്പം ഇതിലൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റ്ലി ഇപ്പോഴും സംസാരിക്കുന്ന പൊളിറ്റിക്സ് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ഇതായിരുന്നു, കയ്യടിയായിരുന്നു. മൊത്തത്തിൽ കിടിലൻ എക്സ്പീരിയൻസ്.